ഇന്ന് നമുക്ക് കപ്പ പുഴുക്കും ഉള്ളിച്ചമ്മന്തിയും ഉണ്ടാക്കാം. അതിനായി നമ്മുടെ പറമ്പിൽ തന്നെയുള്ള കപ്പ കിളച്ചെടുക്കാം. കൈകൊണ്ട് വലിച്ചാൽ വരുന്നില്ലെങ്കിൽ തൂമ്പ ഉപയോഗിച്ച് നമുക്കിതിനെ കിളച്ചെടുക്കാം. ഒരു ഭാഗം ചീഞ്ഞിട്ടുണ്ട്, രണ്ട് മൂന്ന് ഭാഗമുണ്ട് നല്ല ഭാഗമായിട്ട്. അപ്പോൾ അതിനെ നമുക്ക് കൊത്തിയെടുക്കാം. നല്ല വലിയ കപ്പയാണിത്. ഒരു വർഷത്തോളം ഇത് നട്ടിട്ട് ഇതിനെ നല്ല ഭാഗങ്ങളൊക്കെ കൊത്തിയെടുത്ത് കഴുകാൻ കൊണ്ടുപോകാം. കുറേ കപ്പകളുണ്ടായിരുന്നു. പന്നിശല്യം കാരണം കപ്പകളൊക്കെ പോയി. ഈ കൊത്തിയ കപ്പയെ നല്ല രീതിയിൽ കഴുകിയെടുക്കാം. ഒരുപാട് ചളിയൊക്കെ ഉള്ളതാണ്, അപ്പോൾ നല്ല രീതിയിൽ കഴുകേണ്ടതാണ്. ഇനി നമുക്ക് കഴുകാനുണ്ട് എങ്കിലും അത്യാവശ്യം ചെളിയൊക്കെ കളയാം. ഇത് ഉള്ളിച്ചമ്മന്തിക്കുള്ള കാന്താരി മുളകും പറിച്ചെടുക്കാം. ഇനി ഈ കഴുകിയ കപ്പയുടെ തൊലി കളയാം. കത്തി ഉപയോഗിച്ചോ അല്ല രണ്ടായി കീറി അത് നഖത്തുകൊണ്ടും കളയാവുന്നതാണ്. നഖത്തിൽ കളയുമ്പോൾ നമ്മുടെ നഖത്തിൻ്റെ ഇടയ്ക്ക് കയറാൻ സാധ്യതയുള്ളതിനാൽ നമുക്ക് കത്തി കൊണ്ട് കളയാം. തൊലി കളഞ്ഞ കപ്പ ഒന്നുകൂടി കഴുകിയെടുക്കുക. അങ്ങനെ ഇടത്തരം വലുപ്പത്തിൽ കഷ്ണങ്ങളാക്കി ഇടുക. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചാലത് കപ്പക്കറിക്ക് നല്ലതാണ്. നമ്മൾ പുഴുക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് ഈ വലിപ്പത്തിലുള്ള കപ്പയാണ് ആവശ്യം. ഇങ്ങനെ മുറിച്ച് വെച്ച കപ്പ മുങ്ങിക്കിടക്കും വിധത്തിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിലിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കാൻ വെക്കുക. വെന്ത് കഴിഞ്ഞ കപ്പ വെള്ളം ഊറ്റിക്കളഞ്ഞ് മാറ്റി വയ്ക്കുക. ഉള്ളിച്ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉള്ളിയും കാന്താരി മുളകും ഉപ്പും ചേർത്ത് നന്നായി ചതച്ചെടുക്കാം. അല്ലെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. അതിലേക്ക് അല്പം എണ്ണയും കൂടി ചേർത്ത് ചൂടോടെ കപ്പ ഈ ചമ്മന്തിയിൽ മുക്കി കഴിച്ചാൽ ഭയങ്കര രുചിയാണ്.